ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചിരിമേളം ഗ്രൂപ്പിൽ കൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് AR ദിവാകരൻ സാർ ചാരുവേലി. സാറ് ഒരുപാട് കഥകളും പാട്ടുകളും എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സാറേ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പാട്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക്. ഞാൻ ആദ്യമായിട്ട് പാട്ടെഴുതാൻ ശ്രമിക്കുന്നത് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ്. ആദ്യമൊന്നും കവിത എനിക്ക് വഴങ്ങിയിരുന്നില്ല. പിന്നെ പതിയെ തുടങ്ങി എൻ്റെ പാട്ടുകൾ ആദ്യമായിട്ട് സംഗീതം ചെയ്തത് നമ്മൾക്കെല്ലാം സുപരിചിതനായ സിനിമാ സംഗീത സംവിധായകൻ ശ്രീ VK വിജയനാണ്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചൊന്ന് സാറ് പറയാമോ? അതൊരു PRDS ഭക്തിഗാനമാണ്. ഈ വിശ്വമായതൻ പൊരുളറിയാതെ എന്നൊരു പാട്ട്. അത് വരികൾ എഴുതി കൊടുത്തു, അദ്ദേഹം അത് ഈണം പകർന്നു. അതിൻ്റെ പാട്ടുകൾ ഈണം ചെയ്ത് പ്രധാനമായിട്ടും അന്തരിച്ചുപോയ ചാരുവേലി സ്വദേശിയായിട്ടുള്ള ചെങ്കളി രാജപ്പൻ എന്നയാളാണ്. ആ പാട്ടുകൾ ഏതുതരം പാട്ടായിരുന്നു? അതിനെപ്പറ്റി ഒന്ന്. അത് ഞാൻ നിലമ്പൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ രാജപ്പൻ എന്ന് പറഞ്ഞ ഒരു പഴയ കലാകാരനാണ്, സംഗീതമൊക്കെ പഠിച്ച ആളാണ്. എൻ്റെ അടുത്ത് വന്നിങ്ങനെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വരികൾ എഴുതി കൊടുത്തിട്ട് ജോലി സ്ഥലത്തേക്ക് പോകും. പിറ്റേ ആഴ്ച ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് അദ്ദേഹം അത് ഈണം പകർന്നു വയ്ക്കും. അത് പ്രധാനമായിട്ട് PRDS ഭക്തിഗാനങ്ങളായിരുന്നു. PRDS ഭക്തിഗാനങ്ങളെ കുറിച്ച് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചിരിമേളം ഗ്രൂപ്പിൽ കൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് AR ദിവാകരൻ സാർ ചാരുവേലി. സാറ് ഒരുപാട് കഥകളും പാട്ടുകളും എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സാറേ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പാട്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക്. ഞാൻ ആദ്യമായിട്ട് പാട്ടെഴുതാൻ ശ്രമിക്കുന്നത് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ്. ആദ്യമൊന്നും കവിത എനിക്ക് വഴങ്ങിയിരുന്നില്ല. പിന്നെ പതിയെ തുടങ്ങി എൻ്റെ പാട്ടുകൾ ആദ്യമായിട്ട് സംഗീതം ചെയ്തത് നമ്മൾക്കെല്ലാം സുപരിചിതനായ സിനിമാ സംഗീത സംവിധായകൻ ശ്രീ VK വിജയനാണ്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചൊന്ന് സാറ് പറയാമോ? അതൊരു PRDS ഭക്തിഗാനമാണ്. ഈ വിശ്വമായതൻ പൊരുളറിയാതെ എന്നൊരു പാട്ട്. അത് വരികൾ എഴുതി കൊടുത്തു, അദ്ദേഹം അത് ഈണം പകർന്നു. അതിൻ്റെ പാട്ടുകൾ ഈണം ചെയ്ത് പ്രധാനമായിട്ടും അന്തരിച്ചുപോയ ചാരുവേലി സ്വദേശിയായിട്ടുള്ള ചെങ്കളി രാജപ്പൻ എന്നയാളാണ്. ആ പാട്ടുകൾ ഏതുതരം പാട്ടായിരുന്നു? അതിനെപ്പറ്റി ഒന്ന്. അത് ഞാൻ നിലമ്പൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ രാജപ്പൻ എന്ന് പറഞ്ഞ ഒരു പഴയ കലാകാരനാണ്, സംഗീതമൊക്കെ പഠിച്ച ആളാണ്. എൻ്റെ അടുത്ത് വന്നിങ്ങനെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വരികൾ എഴുതി കൊടുത്തിട്ട്